എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. എനിക്കിതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നാട്ടിലെത്തി, കണ്ണൂരെത്തി. അപ്പോൾ ഞാൻ മുംബൈയിൽ നിന്ന് കണ്ണൂരിലേക്ക് ഒറ്റക്കാണ് ഗൈസ് ട്രാവൽ ചെയ്തത്. അതുകൊണ്ടാണ് ഇതൊരു സ്പെഷ്യൽ വീഡിയോ. അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്തതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ഫസ്റ്റ് ടൈമല്ലേ ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതൊരു മെമ്മറബിൾ മൂമെൻ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അധിക പേരും എൻ്റെ വീഡിയോസ് കാണാറുണ്ട്, പക്ഷെ ആരും ലൈക്കൊന്നും ചെയ്യാറില്ല. നിങ്ങളൊക്കെ ലൈക്ക് ചെയ്താലല്ലേ ഗൈസ് നമുക്ക് ഇനിയും വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനം കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നീ വീഡിയോ ഇടണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാണ്ട് നിൽക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഞാൻ വീഡിയോ ഇടും, അത് വേറെ കാര്യം. പിന്നെ ഞാൻ അവിടുന്ന് മുംബൈയിൽ നിന്ന് വന്നത് ട്രെയിനിലാണ് കേട്ടോ. രാവിലെ 10 മണിക്കായിരുന്നു ട്രെയിൻ. കണ്ണൂരിൽ അടുത്ത ദിവസം രാവിലെ 6 മണിക്കാണ് എത്തിയത്. അപ്പം ഒരു 1 ഡേ ഫുൾ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ലോങ് ആയിട്ട് ഞാൻ ട്രാവൽ ചെയ്യുന്ന ഒറ്റക്ക്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നത് മുംബൈ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോ പോയി കണ്ടിട്ട് വാ. യെസ്, അപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി ട്രെയിൻ ഇവിടെ നിന്ന് 10 മണിക്കാണ് കേട്ടോ മുംബൈ സ്റ്റേഷനിൽ നിന്ന്. അപ്പം മുംബൈ സ്റ്റേഷനല്ല, ഇവിടെ നിന്ന് ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് 7 മണിക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ 2 മണിക്കൂർ അങ്ങനെ ആകുമ്പോൾ ഒരു 9 മണിയാകുമ്പോൾ അവിടെ എത്തുമെന്ന് വിചാരിക്കാം. പിന്നെ ട്രെയിനിന് ഡിലേ ഉണ്ടോ എന്താ ഏതാണെന്നൊന്നും അറിയില്ല. അപ്പം ഇനി അതും കൂടിയൊക്കെ നോക്കണം. പിന്നെ ഇനി എന്താ, ഇനി നമുക്ക് എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം. ഞാൻ എൻ്റെ ബാഗ് പാക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 ബാഗാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഒന്ന് ചെറിയ ബാഗും പിന്നെ ഇത് ഡ്രസ്സൊക്കെ ആയിട്ടുള്ള വലിയ ബാഗും. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ആക്ച്വലി നമ്മൾ നേരത്തെ എത്തിയായിരുന്നു. പിന്നെ ഏകദേശം 1.5 മണിക്കൂർ അവിടെ പോസ്റ്റ് ആയിരുന്നു. പിന്നെ അങ്ങനെ ഇതാ നമ്മളെ ട്രെയിൻ വന്നു. അങ്ങനെ ഞാൻ ട്രെയിന് കയറി കേട്ടാ. ഇത് ഞാൻ സെക്കൻഡ് AC ആണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഒറ്റക്കായതുകൊണ്ട് സെക്കൻഡ് AC ബുക്ക് ചെയ്തു. അങ്ങനെ ഞാൻ ട്രെയിനിൽ കയറി. ആക്ച്വലി മുന്നേ നമ്മൾ മുംബൈയിൽ നിന്ന് കണ്ണൂരിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ 10 മണിക്ക് അങ്ങനെ ട്രെയിൻ എന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം 10:15 റെയിൽവേ സ്റ്റേഷനിൽ റീച്ച് ആകുക. പിന്നെ ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് ഏകദേശം 11:30 ആവും. അപ്പോൾ ട്രെയിന് ഡിലേ ഉണ്ടാവും. ഇതെന്തായി എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എത്തി. അതായത് 10 മണിൻ്റെ ട്രെയിനിന് 8 മണിക്ക് എത്തി. എന്നിട്ട് അവിടെ പോസ്റ്റോട് പോസ്റ്റായി ഗൈസ്. അപ്പോൾ എങ്ങനെ വന്നാലും അങ്ങനെ വന്നാലും ഇങ്ങനെ വന്നാലും ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ എനിക്ക് സൈഡ് ലോവറാണ് കേട്ടോ കിട്ടിയത്. അപ്പം ഇത് ഞാൻ വെറുതെ അങ്ങനെ ഇരിക്കുമ്പോൾ വീഡിയോ ഒന്ന് എടുത്തതാണ്. പിന്നെ എൻ്റെ നേരെ മുന്നിൽ ഒരു അങ്കിളായിരുന്നു ഇരുന്നിട്ടുണ്ടായത്. അപ്പോൾ ആ അങ്കിൾ എന്ന് വെച്ചാൽ അവരുടെ അപ്പർ ബർത്താണ്. അപ്പോൾ അപ്പർ ബർത്തിൽ അവർ ബെഡൊക്കെ റെഡി, അതായത് ബെഡ്ഷീറ്റൊക്കെ പിരിച്ച് വെച്ചു. എന്നിട്ട് എൻ്റെ ഡൗൺ ബർത്തിൽ വന്നിട്ട് അവിടെ ഇരുന്നു. നിങ്ങൾക്ക് സൈഡ് ബർത്തിൽ എങ്ങനെ ഇരിക്കണ്ടേന്ന് അറിയാമല്ലോ. അപ്പോൾ അവിടെ വന്നിരുന്നു. എനിക്കാണെങ്കിൽ കാല് നിർത്തി വെച്ച് ഇരിക്കാനും പറ്റുന്നില്ല, കിടക്കാനും പറ്റുന്നില്ലാത്ത അവസ്ഥയായിരുന്നു. ഇതേമാതിരിയുള്ള ബെഡ്ഷീറ്റൊക്കെ അവർ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ അങ്കിള് മെല്ലെ വാഷ്റൂമിൽ പോയ സമയത്ത് ഞാൻ മെല്ലെ കാല് നീട്ടി വെച്ചു. അങ്ങനെ തിരിച്ച് വന്നിട്ട് ആ അങ്കിള് നേരെ അവരുടെ അപ്പർ ബർത്തിൽ പോയി കിടന്നു. പിന്നെ ഞാനിവിടെ എൻ്റെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് കിടക്കുമായിരുന്നു ചെയ്തത്. പിന്നെ ഞാൻ അവിടെ കുറേ ചാർജിങ് പോയിന്റ് തപ്പിയേട്ടാ. എവിടെയാണ് ഈ ചാർജിങ് പോയിന്റ്? ഈ ട്രെയിനിൽ ഇവിടെ സൈഡ് ലോവറിൽ ചാർജിങ് പോയിന്റ് ഇല്ലേന്ന് വരെ വിചാരിച്ചു. പിന്നെ നോക്കുമ്പോഴാണ് ചാർജിങ് പോയിന്റ് കേട്ടൻ്റെ ബാക്ക് സൈഡ് ഒളിഞ്ഞിരിക്കുമായിരുന്നു, കൊച്ചു കള്ളന മാതിരി. അങ്ങനെ അതായത് കൊങ്കൺ റെയിൽവേ ആണെന്ന് തോന്നുന്നു. മുംബൈ ടു കണ്ണൂരാണ് പോകുന്നത്. അപ്പോൾ ഇതാ മനോഹരമായ കാഴ്ചകളൊക്കെ എനിക്കിങ്ങനെ കാഴ്ചകളൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കണ്ടിട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ ട്രെയിനിലൊക്കെ ആൾക്കാർ വരും, ഒന്നിക്കിൽ കിടക്കും, അല്ലെങ്കിൽ ഫോണിൽ ഗെയിംസ് അത് ഇതൊക്കെയാണല്ലേ ചെയ്യാറ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല ഗൈസ്. ഞാൻ ഫോൺ നോക്കും. എനിക്ക് വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അധികം ഫോൺ നോക്കാറുള്ളൂ. ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങനെ ആരോട് സംസാരിക്കാറും ഇല്ല, ഒന്നുമില്ല. ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നേച്ചറായിട്ട് ഇങ്ങനെ കണ്ടിരുന്നു പോകും. അത് കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അപ്പം ഇങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പം അങ്ങനെ അവിടെ എന്ന് വെച്ചാൽ കൊങ്കൺ റെയിൽവേയിൽ എന്ന് വെച്ചാൽ ഭയങ്കര ഗുഹകളാണ്. ഗുഹ മീൻസ് ഈ ടണലില്ലേ, ടണലാണ്. അപ്പോൾ ടണലിലൂടെയുള്ള യാത്രയാണ് ഒരുപാടുണ്ടായത്. സാധാരണ ഞാൻ ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് വൈകുന്നേരം ബുക്ക് ചെയ്തിട്ട് രാവിലെ ഉച്ച സമയത്ത് ഇവിടെ എത്തുന്ന രീതിയിലാണ് നമ്മൾ ബുക്ക് ചെയ്യല് ട്രെയിന്. പക്ഷേ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ ആയിരുന്നു ബുക്ക് ചെയ്തത് 10 മണിക്ക്. അപ്പോൾ ഫുൾ ഡേൻ്റെ ആ ഒരു കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് കേട്ടോ ട്രെയിനിൽ കയറിയത്. പിന്നെ ഉച്ചക്ക് ഞാൻ ബിരിയാണി വാങ്ങിച്ചു, ചിക്കൻ ബിരിയാണി. അപ്പോൾ ട്രെയിനിലെ ഭക്ഷണമല്ലേ, അതങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം അതായത് ഓപ്പൺ ചെയ്യാണ് ചിക്കൻ ബിരിയാണി. അതിൻ്റെ അകത്ത് ഒരു ലെഗ് പീസ് ഉണ്ടായിരുന്നു, പിന്നെ റൈസും ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഫുഡ് കളയുന്ന ആളല്ല, പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. വെറുതെ കഴിച്ചിട്ട് വയറ് നശിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് കുറച്ച് ഹാഫ് കഴിച്ചു. പിന്നെ
ബാക്കി ഞാൻ കൊണ്ടുപോയി കളയാണ് ചെയ്തത്. എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല കേട്ടോ ഇവിടുത്തെ ട്രെയിനിലെ ഭക്ഷണം. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ബെഡ്ഷീറ്റൊക്കെ റെഡിയാക്കി അവിടെ വെച്ചു. ഇനി അങ്ങനെ ഞാൻ കിടന്നതിൻ്റെയും കൂടി ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പം ഇനി ഞാൻ ഉറങ്ങിയിട്ട് വരാം ഗായ്സ്. അങ്ങനെ ഞാൻ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് എണീച്ചു. ഞാൻ തല അവിടെ വെച്ച് തരുമ്പോൾ അവിടെ നിന്ന് ലൈറ്റ് ഓൺ ആയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് എവിടെ നിന്നാണ് ലൈറ്റ് വരുന്നതെന്ന്. അങ്ങനെ ഞാൻ എണീച്ച് പുറത്ത് നോക്കിയാൽ നല്ല മഴയായിരുന്നു. മഴ എന്ന് വെച്ചാൽ മഴ പെയ്ത് ആ ഒരു ചെറിയ ഇതിലുണ്ടായിരുന്നു. അപ്പം നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ട്രെയിൻ എന്ന് വെച്ചാൽ ട്രെയിനിൽ ഈ ഒരു മിസ്റ്റേക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ ഗ്ലാസ് അത്ര ക്ലിയർ അല്ലായിരുന്നു, പുറത്ത് ഫുള്ള് ചളിയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ ട്രെയിനാണ്. പിന്നെ ഫെസിലിറ്റീസും പിന്നെ ക്ലീനിങ് ഒക്കെ ഞാൻ വരുന്ന സമയത്ത് കുറച്ച് വാട്ടറൊക്കെ അവിടെ മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞ സമയത്ത് അവർ ഫുൾ ക്ലീൻ ചെയ്ത് തന്നു. അപ്പം തന്നെ അവർ വന്ന് ക്ലീനിങ് ഒക്കെ ചെയ്തായിരുന്നു. ഇതെന്ന് വെച്ചാൽ ഞാനൊരു ചായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചായ വാങ്ങിച്ചതിൻ്റെ വീഡിയോ ഞാൻ എപ്പോൾ എടുക്കുന്നോ അപ്പോൾ ടണൽ വരുമായിരുന്നു. അങ്ങനെ ഞാൻ കുറേ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ട് ലാസ്റ്റ് ഒരു ചെറിയ ഗ്യാപ്പ് വന്നേരം ഞാൻ ഒന്ന് വീഡിയോ എടുത്തു. പിന്നെ അത് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നെയും വീണ്ടും ടണൽ വന്നു, ഇരുട്ടായി. അപ്പോൾ ഇതായിരുന്നു മൊത്തത്തിൽ ടണൽ തന്നെ ആയിരുന്നു അവിടെ. അങ്ങനെ ഞാൻ വൈകുന്നേരം ഒരു ചായയും പിന്നെ അവിടുത്തെ ഇതിനെന്താ പറയുക വടാപ്പാവും കൂടി ഓർഡർ ചെയ്തു. അങ്ങനെ അതും കൂടി വാങ്ങിച്ചതാണ് കേട്ടോ, അവിടെ വന്നേരം വാങ്ങിച്ചതാണ്. അങ്ങനെ അതായിരുന്നു എൻ്റെ ഈവനിങ്ങും രാത്രിത്തെയും ഭക്ഷണം. രാത്രി ഞാൻ അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടില്ല, കാരണം വീണ്ടും ഇതേമാതിരിയുള്ള ഭക്ഷണമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ രാത്രി ഒന്നും കാണുന്നില്ല. പുറത്തെ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് ഒന്നും കാണുന്നുണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ പിന്നെ അത് കിടന്നുറങ്ങുവാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ഉറങ്ങിയിട്ട് ഇതിപ്പോൾ രാവിലെയായി 4 മണിയായിട്ട്. അപ്പം ഞാൻ സൈഡ് നമുക്ക് കേട്ടനൊക്കെ ഉണ്ടായിരുന്നു ഇടാൻ വേണ്ടിയിട്ട്, അങ്ങനെ അതൊക്കെ ഇട്ടിട്ടാണ് കിടന്നത്. അപ്പോൾ രാവിലെ 4 മണിയായിരുന്നു. അങ്ങനെ ഞാൻ എണീച്ചു കേട്ടോ, കാരണം 6 മണിക്ക് ഞാൻ കണ്ണൂർ എത്തും. അപ്പോൾ പിന്നെ ഇനി ഉറങ്ങിയാൽ ഞാൻ പിന്നെ ഉറങ്ങിപ്പോവും, അതുകൊണ്ട് ഞാൻ എണീച്ചു. അപ്പോൾ ഇത് ഏതോ അതിനിടക്ക് കിട്ടിയ സ്റ്റേഷനാണ് കേട്ടോ, എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് എടുത്തതാണ്. പിന്നെ വീഡിയോ ഒന്നും കാണുന്നുണ്ടായിട്ടില്ല, ഇരുട്ടായതുകൊണ്ട് ഞാനൊന്നും പിന്നെ എടുക്കാൻ പോയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കണ്ണൂരെത്തി. ഞാൻ ഡോറിൻ്റെ അടുത്ത് വന്ന് നിന്നു. അപ്പോൾ ബാക്കിൽ നിന്ന് ആ ചേട്ടൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ഇങ്ങനെ നോക്കുകയാണ്. ആ ചേട്ടനാണ് എനിക്ക് ഡോറ് തുറക്കാൻ സഹായിച്ചു തന്നെ കേട്ടോ, ഡോർ ഓപ്പൺ ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ വേസ്റ്റിൻ്റെ ഇതൊക്കെ നല്ല ക്ലീനായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ട്രെയിന്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എത്തി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ വീട്ടിൽ നിന്ന് അതായത് ഹസ്ബൻഡിൻ്റെ അച്ഛനമ്മ വന്ന് പിക്ക് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെവിടെയാണ് ഉള്ളതെന്നുള്ളത് ഞാനിങ്ങനെ തപ്പുവാണ്, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണമെന്ന്. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് കുറച്ച് ആൾക്കാരെ കണ്ടുകൊണ്ട് ഞാൻ അവരെ ചെന്നാൽ ഇവിടെ ഉണ്ടാവുമെന്ന് വെച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ അവരെവിടെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ അവരെയും കിട്ടി. ലാസ്റ്റ് അവരെന്നെയും കൂടി പിക്കപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. പിന്നെന്താ ഇത്രേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ട്രെയിൻ ജേർണി. അതായത് ഞാൻ സോളോ ട്രിപ്പായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ മുംബൈയിൽ നിന്ന് കണ്ണൂരിലേക്ക്, അതും 1 ഡേ ഫുൾ, അതായത് 2 ഡേയ്സ്, രാവിലെ മുതൽ നെക്സ്റ്റ് ഡേ രാവിലെ വരെ ഞാൻ ട്രാവൽ ചെയ്തത്. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി എന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.